ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. ഉപ്പ് നല്ലത് തന്നെ, എന്നാൽ ഉറ കെട്ടുപോയാൽ അതിനെങ്ങനെ ഉറകൂട്ടും? മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല. ആളുകൾ അത് പുറത്തെറിഞ്ഞു കളയുന്നു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവേ, എനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് നിന്നെ ഞാൻ അനുഗമിക്കുന്നു. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോട് കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ എന്തിനാണ് അവളെ സ്പർശിക്കുന്നത്? അവളൊരു പാപിനിയല്ലേ? നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. 92, 93, 94, 95, 96, 97, 98, 99, 99, 100 ഉണ്ടായിരുന്നല്ലോ. ഒരെണ്ണം എവിടെ പോയി? എൻ്റെ ഒരാടിനെ കാണുന്നില്ല. കുഞ്ഞേ, നീ എവിടെയാണ്? നീ എവിടെയാണ് കുഞ്ഞേ? നിങ്ങൾ എൻ്റെ ആടിനെ കണ്ടുവോ? നിങ്ങൾ എൻ്റെ കുഞ്ഞാടിനെ കണ്ടുവോ? ഇല്ലല്ലോ. മാറിപ്പോ, ഇതെന്റെ കുഞ്ഞാടാണ്. എന്റെ അടുക്കിൽ നിന്ന് അതിനെ എടുത്തു മാറ്റാൻ ആർക്കും സാധ്യമല്ല. ഓ എന്റെ കുഞ്ഞെ, നീ എന്തിനാണ് എന്നെ വിട്ടുപോയത്? സാരമില്ല, ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ല. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 99 വലുതാണോ ഒരെണ്ണം? നിനക്കറിയാമോ അവൻ എന്താണ് പറഞ്ഞതെന്ന്? നമ്മേക്കാൾ മഹത്വമുള്ളവളാണ് ആ പാപിനി. കാരണം അവൾ അനുതപിച്ച് യേശുവിലേക്ക് തിരിഞ്ഞു. ഇത് വിസ്മയനീയമാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. അതുപോലെ തന്നെ ഏതു സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിൽ 1 നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീടടിച്ചുവാരി അത് കണ്ട് കിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? എന്നെ ഒന്ന് സഹായിക്കാമോ? പറയൂ, എന്താണ് കാര്യം? എനിക്ക് കുറച്ച് പണം കടം വേണം. കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു തരാം. ഓ, അതിനെന്താ, ഞാൻ തരാം. ഒന്ന് നിൽക്കൂ, കുറച്ചു നേരം നിൽക്കൂ.
ഹോ, എന്റെ ദൈവമേ, എല്ലാം താഴെ പോയി. 1 2 3 4 5 6 7 8 9 10 ഉണ്ടായിരുന്നല്ലോ. ഒരെണ്ണം എവിടെ പോയി? നാണയം വീടിനകത്ത് തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. അതെവിടെ പോവാൻ? എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ഉറപ്പായും കണ്ടുപിടിക്കും. അന്വേഷിക്കുവിൻ, കണ്ടെത്തും. എന്റെ കളഞ്ഞുപോയ നാണയം കണ്ടുകിട്ടിയിരിക്കുന്നു. എന്നോട് കൂടെ സന്തോഷിക്കുവിൻ, എന്നോട് കൂടെ സന്തോഷിക്കുവിൻ. എന്റെ നഷ്ടപ്പെട്ട നാണയം അത് കണ്ടുകിട്ടിയിരിക്കുന്നു. നിങ്ങൾ ഇതെടുത്തോളൂ. നിങ്ങൾക്കുണ്ടാകുമ്പോ തിരിച്ചു തന്നാ മതി. എന്റെ കളഞ്ഞുപോയ നാണയം കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയിക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു. ദൈവമേ, എനിക്ക് വിശക്കുന്നു. ഞാൻ വിശന്ന് മരിച്ചു പോവും. എന്നോട് ദയ തോന്നണേ. മോനെ, നീ എന്തിനെന്നെ വിട്ടുപോയി? ഇവിടെ നിനക്ക് ആവശ്യത്തിൽ കവിഞ്ഞുണ്ടല്ലോ. ദൈവമേ, ക്ഷമിക്കണേ. ഞാൻ എന്തിനിങ്ങനെ ചെയ്തു? ഞാൻ ദുർഭഗനായ മനുഷ്യൻ. എന്നോട് കരുണ തോന്നണേ. എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു. ഞാനോ വിശന്നു മരിക്കുന്നു. എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകും. ഞാൻ പിതാവിന്റെ പക്കലേക്ക് പോകും. കർത്താവേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ. അങ്ങയുടെ ക്രോധത്തിൽ
എന്നെ ശിക്ഷിക്കരുതേ. അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിലാഞ്ഞു തറച്ചിരിക്കുന്നു. അങ്ങയുടെ കരമെൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല. എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്കു മുകളിൽ ഉയർന്നിരിക്കുന്നു. അതെനിക്കു താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു. എൻ്റെ ഭോഷത്വം മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി നാറുന്നു. ഞാൻ കുനിഞ്ഞു നിലം പറ്റി. ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. ദിവസം മുഴുവൻ ഞാൻ വിലപിച്ചു കഴിയുന്നു. മോനെ, ഞങ്ങളെ വിട്ടു പോകല്ലേ, ദയവായി പോകല്ലേ. കർത്താവേ, അവനോട് കരുണ തോന്നണേ. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണേ. എൻ്റെ ഭോഷത്വം മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി നാറുന്നു. ഞാൻ കുനിഞ്ഞു നിലം പറ്റി. ദിവസം മുഴുവൻ ഞാൻ വിലപിച്ചു യജമാനനെ, കഴിയുന്നു. അങ്ങ് എന്തെങ്കിലും കഴിക്കൂ. കുറേ ദിവസങ്ങളായി അങ്ങ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. മോനെ, നീ എവിടെയാണ്? മകൻ വീട് വിട്ടു പോയതിൽ പിന്നെ ഇവർ നേരാമണ്ണം ഒന്നും കഴിച്ചിട്ടില്ല. എത്ര നാളിങ്ങനെ വിഷമിച്ചിരിക്കും? എൻ്റെ അരക്കെട്ട് ജ്വരം കൊണ്ടു പൊള്ളുന്നു. എൻ്റെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല. ഞാൻ തീർത്തും ക്ഷീണിച്ചു തകർന്നിരിക്കുന്നു. ഹൃദയക്ഷോഭം നിമിത്തം ഞാൻ നെടുവീർപ്പിടുന്നു. കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങളങ്ങയ്ക്ക് അറിയാമല്ലോ. എൻ്റെ തേങ്ങലങ്ങയ്ക്ക് അജ്ഞാതമല്ല. എൻ്റെ ഹൃദയം തുടിക്കുന്നു, എൻ്റെ ശക്തി ക്ഷയിക്കുന്നു. കണ്ണുകളുടെ പ്രകാശവും എനിക്കു നഷ്ടപ്പെട്ടിരിക്കുന്നു. കർത്താവേ, അങ്ങേക്കു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങാണെനിക്ക് ഉത്തരമരുളേണ്ടത്. ഇതാണ് എൻ്റെ പ്രാർത്ഥന.
പ്രാർത്ഥന. എൻ്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാനിടയാക്കരുതേ. ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു, വേദന എന്നെ വിട്ടുപിരിയുന്നില്ല. ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു, എൻ്റെ പാപത്തെപ്പറ്റി അനുതപിക്കുന്നു. ഹേയ് നോക്കൂ, അവൻ തിരിച്ചു വന്നു. ഇതാ എൻ്റെ മോൻ, അവൻ തിരിച്ചു വന്നു. ഏയ്, എല്ലാവരും വേഗം വരൂ, മകൻ തിരിച്ചു വന്നിരിക്കുന്നു. ദൈവമേ നന്ദി, അങ്ങന്റെ പ്രാർത്ഥന കേട്ടു. മോനെ, എൻ്റെ പ്രിയപ്പെട്ട മോനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണേ. മോനെ, നീ എത്ര പാപം ചെയ്താലും നീ എൻ്റെ മോൻ തന്നെയാണ്. ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പ് അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്നുകൊള്ളുവിൻ, നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. ഇതെന്ത് നീതി! പാപം ചെയ്തവർ ശിക്ഷിക്കപ്പെടേണ്ടേ? ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. എൻ്റെ മോനെ, ഞാൻ നിന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും നിന്നെ നീതിയുടെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നീ എൻ്റെ പ്രിയപുത്രനാണ്. നിനക്കെൻ്റെ സ്വത്തിൽ എല്ലാ അവകാശങ്ങളും ഉണ്ടായിരിക്കും. ഈ പുതിയ പാദരക്ഷകൾ ധരിക്കുക. തെന്നുന്ന പാതകളാണ് നമുക്ക് മുൻപിൽ എപ്പോഴും, എന്നാൽ ഇനി നീ വീഴുകയില്ല. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യമെന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹ്റോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ. എന്താ ഇത്ര ആഹ്ലാദവും ബഹളവും? നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. എന്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ അവൻ എന്തിന് തിരിച്ചു വന്നു? അവനെ എന്തിനു സ്വീകരിക്കണം? എന്തിനാ ഈ ആഘോഷങ്ങൾ? കർത്താവ് പിതാവ് നിന്നെ വിളിക്കുന്നു, വരൂ, ആഘോഷങ്ങളിൽ പങ്കുകൊള്ളൂ. അവൻ പാപിയാണ്. എന്തിനവൻ തിരിച്ചു വന്നു? പോകൂ, എനിക്കിതിൽ പങ്കുകൊള്ളണ്ട. എന്നെ സഹായിക്കാൻ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും
എൻ്റെ കൂട്ടുകാരടുത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. മോനെ, നീ എന്താണ് പറയുന്നത്? നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. വരൂ, നമുക്ക് ആഹ്ലാദിക്കാം. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യമെന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. യേശുവിൻ്റെ ഈ പ്രബോധനങ്ങളിൽ വലിയ ജ്ഞാനം മറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിക്കോദേമോസേ, എനിക്ക് തോന്നുന്നു നഷ്ടപ്പെട്ട് കണ്ടുകിട്ടിയ ആ ആട്ടിൻകുട്ടി നഷ്ടപ്പെട്ട് കിട്ടിയ മകനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. അതെ റബ്ബി, താങ്കൾ പറയുന്നത് ശരിയാണ്. വീട്ടിൽ തന്നെ ആയിരുന്ന നാണയം വീട്ടിനകത്തു വെച്ച് തന്നെ നഷ്ടപ്പെട്ടു എന്ന പോലെ പിതാവിനോടൊപ്പമായിരുന്നു, എന്നിട്ടും മൂത്ത മകൻ നഷ്ടപ്പെട്ടവനെ പോലെ ആയിരുന്നു. റബ്ബി, വീടിനകത്ത് കാണാതെ പോയ നാണയം നിയമമനുസരിക്കുകയും എന്നാൽ ദൈവനീതി അനുഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മളെപ്പോലുള്ളവരാണ്. വീട് വിട്ട് നഷ്ടപ്പെട്ട് കണ്ടുകിട്ടിയവർ നിയമം ലംഘിച്ച് പാപം ചെയ്തവരാണ്. എന്നാൽ ഇപ്പോൾ ഇരു കൂട്ടരും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തിരിക്കുന്നു. നിയമവും പ്രവാചകന്മാരും യോഹന്നാനോടൊപ്പം അവസാനിച്ചിരിക്കുന്നു. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Man shall not live on bread alone, but on every word that comes from the mouth of God. Let the children come to me. Jesus Wonder is a project from my own heart. This will guide your children to goodness, a divine treat for their soul, purity for their mind and wisdom for their future. Jesus Wonder, I love it.